കേന്ദ്രവിഹിതം നഷ്ടമായാലും ത്രിഭാഷാ നയം നടപ്പാക്കില്ല എന്ന തമിഴ്നാട് സർക്കാരിന്റെ ആ നിലപാടത് ആവർത്തിക്കുന്നുണ്ട്. അവിടെ 2000 കോടി നഷ്ടപ്പെട്ടാലും ആത്മാഭിമാനം പണയപ്പെടുത്തില്ല എന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസ് ഇന്ന് വ്യക്തമാക്കി. ഭാഷാ പോര് രൂക്ഷമായിരിക്കെ തമിഴ് ഭാഷാ പ്രചാരണത്തിനായി നിരവധി പദ്ധതികളും ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, അങ്ങനെ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള ഒരു തർക്കം അത് ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്നുണ്ട്. അതിൽ ഒരു അടി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഈ ബജറ്റ് അവതരണവും. അതിൽ കൃത്യമായി നിലപാട് പറയുന്നുമുണ്ട് ധനമന്ത്രി. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു, ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ ഏതൊക്കെയാണ്? പ്രജിൻ, 2000 കോടിക്ക് വേണ്ടി ആത്മാഭിമാനം പണയം വെക്കാൻ തങ്ങളില്ല. ആ പണം തങ്ങൾ കണ്ടെത്തിക്കോളാം. കൃത്യവും വ്യക്തവുമാണ് തമിഴ്നാട് ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിലെ വാക്കുകൾ. ആ വാക്കുകൾ ഒരു വലിയ കരഘോഷത്തോടു കൂടിയാണ് ഈ DMK മുന്നണി അതിൻ്റെ സഖ്യകക്ഷികളൊക്കെ ചേർന്നുകൊണ്ട് സ്വീകരിച്ചത്, വരവേറ്റത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ ഭാഷാപോര് രൂക്ഷമാകുന്നത്. ആദ്യഘട്ടത്തിൽ നേതാക്കൾ തമ്മിലുള്ള പ്രതികരണം ഒരു വാക്പോര് എന്നുള്ള രീതിയിൽ നിന്നു. രണ്ടാമത് പ്രത്യക്ഷത്തിൽ തെരുവിൽ തന്നെ കണ്ടു. പിന്നീട് അത് പാർലമെന്റിൽ കണ്ടു. ഇപ്പോൾ ഇതാ സംസ്ഥാന ബജറ്റിലും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ പറയുന്നുണ്ട് 2000 കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തുകയാണ് ലഭിക്കാനുള്ളത്. പക്ഷേ ആ പണത്തിന് വേണ്ടി ത്രിഭാഷാ നയം നടപ്പിലാക്കാൻ അതിന് ഒപ്പുവെക്കാൻ തയ്യാറല്ല. തങ്ങൾ അതിനൊരുക്കമല്ല, മറിച്ച് പണം തനിയെ തങ്ങൾ കണ്ടെത്തിക്കോളാം, സ്വമേധയെ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ സ്റ്റാലിൻ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ബജറ്റിൽ ഭാഷാപോര് രൂക്ഷമായി നിൽക്കുമ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, അതിനൊക്കെ തങ്ങൾ ഭാഷാപോരിൽ അടിയുറച്ചു നിൽക്കുകയാണ് എന്ന് കാട്ടാൻ നിരവധി പദ്ധതികൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ തമിഴ് താളിയോല ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യും, അത് പ്രിസർവ് ചെയ്യും, അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഈ ഒരു ചെന്നൈ ബുക്ക് ഫെയർ, അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ബുക്ക് ഫെയർ ഈ രാജ്യത്തിൻ്റെ പല കോണുകളിലേക്ക് വ്യാപിപ്പിക്കും. പ്രത്യേകിച്ച് ഈ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ആ ഒരു സംസ്ഥാനങ്ങളിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വലിയ തോതിൽ വ്യാപിപ്പിക്കും. ഒപ്പം തന്നെ അത് രാജ്യം കടന്ന് പുറത്തേക്കുമൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ആലോചനയിലാണ് സർക്കാർ ഉള്ളത്. ലോക തമിഴ് ഒളിമ്പ്യാഡ് നടത്തും. ഒപ്പം തന്നെ വിദേശത്തുള്ള കുട്ടികളെ അടക്കം ഈ തമിഴ് പഠിപ്പിക്കുന്നതിന്, എൻ്റെ സംസ്കാരം പഠിപ്പിക്കുന്നതിനും പാരമ്പര്യം പഠിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഒരു 8 ഇന പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചു വെച്ചുകൊണ്ടാണ് അവസാന ഒരു ബജറ്റിൽ, അതും ഇത്രയധികം ഈ ഭാഷാപോരൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ബജറ്റിൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് കാട്ടിക്കൊണ്ട് തമിഴ്നാട് സർക്കാരും ഇത്തരത്തിൽ ഒരു ബജറ്റിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇതിനോട് BJPക്കുള്ള പ്രതികരണം, മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. പ്രജിൻ, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്നും.